വാർത്താ വീക്ഷണം. സാധാരണക്കാരിലെ അസാധാരണത്വം. കോവിഡ് കാലത്തെ ബീഹാർ പടയോട്ടം. തയ്യാറാക്കിയത് ആർ സുരേഷ്, സീനിയർ റിപ്പോർട്ടർ, മംഗളം ദിനപത്രം, തിരുവനന്തപുരം. അവതരണം രഞ്ജിത്ത്. തെരഞ്ഞെടുപ്പുകൾ നമുക്ക് ആഘോഷങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകളെന്നത് അതുകൊണ്ടുതന്നെ വലിയ പ്രാധാന്യമുള്ളതുമാണ്. തങ്ങളുടെ പ്രതിനിധികളെ കണ്ടെത്താനുള്ള ഓരോ പൗരന്റെയും അടങ്ങാത്ത അഭിവാഞ്ഛയുടെ പ്രതിഫലനമാണ് ഓരോ തെരഞ്ഞെടുപ്പുകളിലും നാം കാണുന്നത്. ജനാധിപത്യത്തിന്റെ അടിത്തറ തന്നെ ഈ ഉത്സാഹവും ബാലറ്റ് വിപ്ലവവുമാണ്. അതിനെ ഇന്ത്യ എന്നും മനസാ തന്നെ സ്വീകരിക്കുകയും നെഞ്ചിലേറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആഘോഷങ്ങളില്ലാതെ, ആരവങ്ങളില്ലാതെ ശാന്തവും സമാധാനപരവുമായ ഒരു തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഇന്ത്യക്ക് ചിന്തിക്കാനാകുമോ? ആർപ്പുവിളികൾ ഒഴിഞ്ഞ തെരുവുകൾ, സംഘബലമില്ലാത്ത ഭവന സന്ദർശനങ്ങൾ, അങ്ങനെ പാലിച്ചു വന്ന പലതും മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ്. അതിനെക്കുറിച്ച് ഇന്ത്യക്ക് ചിന്തിക്കാനാകുമോ? അതിനും ഇന്ത്യക്ക് കഴിയുമെന്ന് നാം തെളിയിച്ചു കഴിഞ്ഞു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്. പ്രതിസന്ധി ഘട്ടത്തിലും വിജയകരമായി തെരഞ്ഞെടുപ്പ് നടത്തി ഭരണാധികാരികൾ അധികാരത്തിൽ കയറുകയും ചെയ്തത് ഇന്ത്യക്ക് എന്നും അഭിമാനിക്കാവുന്നത് തന്നെയാണ്. ജനാധിപത്യത്തിന്റെ അടിത്തറ വിശ്വാസമാണ്. ജനങ്ങൾക്ക് സംവിധാനത്തോടുള്ള വിശ്വാസം. ആ വിശ്വാസമാണ് അവരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കുന്നത്. ഓരോ വോട്ടും അമൂല്യമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും ശക്തമായ അഹിംസാത്മക ഉപകരണമാണത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഉപയോഗിക്കണമെന്നാണ് ചിന്തകർ പറയുന്നത്. അതുകൊണ്ട് ഏത് പ്രതികൂല സ്ഥിതിയിലും വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടത് ജനാധിപത്യത്തിന്റെ ആവശ്യകതയുമാണ്. അതാണ് ഇവിടെ ബീഹാറിൽ ഇന്ത്യ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നത്. മാറിമറിയുന്ന ഫലങ്ങളും ആകാംക്ഷകൾ നിറയുന്ന മുഖങ്ങളും മനസ്സുമായി വിജയി ആരെന്നറിയാൻ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ജനത കാതോർത്തിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബീഹാറിലാണെങ്കിലും അതിന്റെ പ്രത്യാഘാതം എല്ലായിടത്തും ഒരുപോലെയാണ് എന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. മാനവകുലത്തിനെ ആകെ ബന്ദിയാക്കിയ ഒരു കാലഘട്ടത്തിലാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ നാം അഭിമുഖീകരിച്ചതെന്നതാണ് ഏറ്റവും പ്രസക്തം. കോവിഡ് എന്ന മഹാമാരി ലോകത്തെയാകെ പിടിച്ചുലയ്ക്കുകയും വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ മനുഷ്യരെ ഒതുങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത കാലത്താണ് ബീഹാർ തിരഞ്ഞെടുപ്പ് നടന്നതെന്നതാണ് ഏറെ പ്രസക്തം. മഹാമാരിയുടെ ഭീഷണി നിലനിൽക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് നടത്താനും അത് വിജയകരമായി പൂർത്തിയാക്കാനും കഴിഞ്ഞുവെന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ കരുത്തും അതിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യതയുമാണ് പ്രകടിപ്പിക്കുന്നത്. മഹാമാരി രാജ്യത്തെ പിടികൂടിയ ശേഷമുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പെന്ന പ്രത്യേകതയാണ് ബീഹാറിനുള്ളത്. സെപ്റ്റംബർ 25-നാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ദിവസങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. ബീഹാർ തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചതും പ്രഖ്യാപിച്ചതും സാഹസികതയല്ല, മറിച്ച് ജനാധിപത്യത്തിലും വോട്ടർമാരിലുമുള്ള വിശ്വാസമാണെന്നാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ പറഞ്ഞത്. അതുതന്നെ ജനാധിപത്യത്തിന്റെ വിജയമാണ്. ബീഹാറിലെ സാമൂഹിക പ്രകൃതി സാഹചര്യങ്ങളും കോവിഡും മൂലം 3 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചത്. നവംബർ 10-ന് വോട്ടെണ്ണലും തീരുമാനിച്ചു. എല്ലാം വിജയകരമായി തന്നെ പൂർത്തിയാക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞു. മനുഷ്യന്റെ സ്വാതന്ത്ര്യം പോലും കോവിഡ് കവർന്നിരിക്കുന്ന ഒരു കാലത്ത് ബീഹാർ പോലൊരു സംസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെ പര്യവസാനിക്കുമെന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിലും ഒരു പ്രശ്നവുമില്ലാതെ നവംബർ 16-ന് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി വീണ്ടും NDA ബീഹാറിൽ അധികാരമേറ്റെടുത്തു കഴിഞ്ഞു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടന്നത്. വോട്ടെടുപ്പിലും പ്രചരണത്തിലും ഉൾപ്പെടെ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. നിയന്ത്രണങ്ങളുടെ ഭാഗമായി 80 വയസ്സിന് മുകളിലുള്ളവർക്ക് തപാൽ വോട്ട് ഏർപ്പെടുത്തി. ക്വാറന്റൈനിലുള്ളവരെയും കോവിഡ് രോഗമുള്ളവരെയും അവസാന 1 മണിക്കൂറിൽ വോട്ട് ചെയ്യാൻ അനുവദിച്ചു. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു പോളിംഗ്. നക്സൽ ബാധിത മേഖലകളിൽ അധിക സമയം അനുവദിച്ചുമില്ല. എന്നിട്ടും വോട്ടെടുപ്പിൽ നിന്നും ജനങ്ങൾ വിട്ടുനിന്നില്ല. എല്ലാ പ്രതിസന്ധികളും ഉണ്ടായിട്ടും 3 ഘട്ടവും കൂടി പരിശോധിച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗാണ് രേഖപ്പെടുത്തിയത്. പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് ഇക്കുറി വോട്ട് രേഖപ്പെടുത്താൻ മുന്നിൽ നിന്നതും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിലെ രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും അവയുടെ പലതരം വോട്ട് വിനിമയങ്ങളെയും സംബന്ധിച്ച് ഒട്ടും സവിശേഷതയില്ലാത്ത ഒന്നുകൂടിയായിരുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ സ്വാഭാവികമായിരുന്നു. നിതീഷിനെതിരായ രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാന്റെ നീക്കം ഒഴികെ. മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ JDU, BJP എന്നീ പാർട്ടികളടങ്ങുന്ന NDA സഖ്യവും ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ ജനതാദൾ, കോൺഗ്രസ്, ഇടതു പാർട്ടികൾ എന്നിവയുടെ മഹാസഖ്യവും 2 മുന്നണികളായാണ് മുഖാമുഖം ഏറ്റുമുട്ടിയത്. 2015-ൽ RJD കോൺഗ്രസ് സഖ്യത്തിനൊപ്പം NDAയ്ക്കെതിരെ വൻ ഭൂരിപക്ഷം നേടിയാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായത്. തേജസ്വിയും സഹോദരൻ തേജ് പ്രതാപും മന്ത്രിമാരാവുകയും ചെയ്തു.
2017 RJDയുമായുള്ള സഖ്യം വിട്ട നിതീഷ് BJPക്കൊപ്പം കൂടി മുഖ്യമന്ത്രിയായി തുടർന്നു. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബീഹാർ നിതീഷ് BJP സഖ്യം തൂത്തുവാരിയിരുന്നു. NDA സഖ്യത്തിൽ JDU 115 സീറ്റുകളിലും BJP 110 സീറ്റുകളിലും വികാസ്ശീൽ ഇൻസാൻ പാർട്ടി 11 സീറ്റുകളിലും ഹിന്ദുസ്ഥാനി അവാമി മോർച്ച 7 സീറ്റുകളിലും മത്സരിച്ചപ്പോൾ മുന്നണിയുടെ ഘടകകക്ഷിയായി നിന്നുകൊണ്ട് ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി 134 സീറ്റുകളിലും മത്സരിച്ചു. മഹാസഖ്യത്തിൽ RJD 144, കോൺഗ്രസ് 70, ഇടതു പാർട്ടികൾ 29 സീറ്റുകളിലാണ് മത്സരിച്ചത്. 50ലേറെ മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ള CPI ML ലിബറേഷൻ 19, CPI 6, CPM 4 സീറ്റുകളിൽ വീതമാണ് മത്സരിച്ചത്. ബീഹാറിന്റെ ആഭ്യന്തര വളർച്ചാ നിരക്കിലെ ഇടിവും സാമ്പത്തിക പ്രതിസന്ധിയുമായിരുന്നു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയങ്ങൾ. ഒപ്പം കോവിഡ് കാലത്തെ പ്രശ്നങ്ങളും. കുടിയേറ്റ തൊഴിലാളികളിൽ ഭൂരിഭാഗം ബീഹാറിൽ നിന്നുള്ളവരായതുകൊണ്ട് തന്നെ കോവിഡ് കാലം ഇവർക്ക് വലിയ പ്രതിസന്ധിയുണ്ടാക്കിയിരുന്നു. അത് ശക്തമായ പ്രചരണ വിഷയവുമായിരുന്നു. ഒപ്പം കാർഷിക മേഖലയിലും ഗ്രാമീണ സമ്പദ്ഘടനയിലുമുള്ള പ്രത്യാഘാതങ്ങൾ രൂക്ഷമായ സംസ്ഥാനങ്ങളിൽ ഒന്ന് ബീഹാറാണ്. കാർഷിക ചെലവുകൾ വർദ്ധിക്കുകയും കാർഷികോൽപ്പന്നങ്ങളുടെ ആഭ്യന്തര വില ഇടിയുകയും കർഷകരുടെയും ചെറുകിട ഉത്പാദകരുടെയും വായ്പാ സാധ്യതകൾ കുറയുകയും ചെയ്തു. ഇത് ഗ്രാമങ്ങളിൽ ദാരിദ്ര്യവൽക്കരണത്തിന്റെ തോത് കൂട്ടിയെന്ന ആരോപണവും ഉണ്ടായിരുന്നു. ഇതോടൊപ്പം സംസ്ഥാനത്തുണ്ടായ വെള്ളപ്പൊക്കവും കൂടിയായപ്പോൾ നിരവധി ഗ്രാമങ്ങൾ കൊടും പട്ടിണിയിലായി. ശക്തമായ പ്രചരണങ്ങൾക്കിടയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നതെങ്കിലും അക്രമങ്ങളോ ക്രമസമാധാന പ്രശ്നങ്ങളോ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനായി. ഈ മാസം 10 വോട്ടെണ്ണലും പൂർത്തിയായി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെണ്ണലിന് മുന്നോടിയായി മാധ്യമങ്ങൾ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പുകളിൽ മഹാസഖ്യം അധികാരത്തിൽ എത്തുമെന്നാണ് പ്രവചിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വോട്ടെണ്ണലും അതുപോലെ ഉദ്വേഗജനകമായിരുന്നു. സാധാരണ വോട്ടിംഗ് യന്ത്രത്തിൽ നടക്കുന്ന വോട്ടെടുപ്പിന്റെ എണ്ണൽ പ്രക്രിയ ഉച്ചയോടെ പൂർത്തിയായി വൈകുന്നേരത്തോടെ തന്നെ ഭരണ സംവിധാനത്തിന്റെ ചിത്രം തെളിയുകയാണ് പതിവ്. എന്നാൽ കോവിഡ് പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ വോട്ടെണ്ണൽ നീണ്ടുപോയി. അർദ്ധരാത്രിയാണ് അനിശ്ചിതത്വം നീങ്ങി ബീഹാറിന്റെ ഭാവി ഭരണാധികാരിയെ നിശ്ചയിച്ചതും. ഈ മാസം 10 രാവിലെ വോട്ടെണ്ണൽ ആരംഭിച്ചു. ലീഡ് നിലകൾ മാറിമറിഞ്ഞ് മുൾമുനയിൽ നിർത്തിയാണ് ഓരോ നിമിഷവും വോട്ടെണ്ണൽ പുരോഗമിച്ചത്. അർദ്ധരാത്രിയോടെയാണ് ഫലപ്രഖ്യാപനം പൂർത്തിയായത്. അപ്പോൾ 125 സീറ്റുകളുമായി NDA വ്യക്തമായ ഭൂരിപക്ഷം നേടി. തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന് 110 സീറ്റുകളും ലഭിച്ചു. തർക്കങ്ങളും എതിർപ്പുകളും നിലനിൽക്കുന്നുണ്ടെങ്കിലും വിധി നിർണയിച്ചു കഴിഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത് 75 സീറ്റുകൾ നേടിയ RJD ആയിരുന്നു. 74 സീറ്റുകളുമായി BJP 2ാം സ്ഥാനത്തും എത്തി. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ JDUവിന് 43 സീറ്റുകളാണ് ലഭിച്ചത്. കോൺഗ്രസ് 19 സീറ്റുകളിൽ ഒതുങ്ങിയപ്പോൾ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് ഇടതു പാർട്ടികളായിരുന്നു. CPI MLന് 3 സീറ്റ് മാത്രം ഉണ്ടായിരുന്നിടത്തു നിന്നും പഴയകാല പ്രതാപത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ അവർ ഇക്കുറി 16 സീറ്റുകൾ നേടിയെടുത്ത് നിർണായക ശക്തിയായി. എന്നാലും NDA സഖ്യത്തിന്റെ അപ്രമാദിത്വം തകർക്കാൻ ഇക്കുറിയും മഹാസഖ്യത്തിന് കഴിഞ്ഞില്ല. NDA സഖ്യത്തിൽ BJPയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെങ്കിലും നേരത്തെ നൽകിയ വാഗ്ദാനമനുസരിച്ച് നിതീഷ് കുമാറിനെ തന്നെ അവർ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു. അതോടൊപ്പം 2 BJP പ്രതിനിധികളെ ഉപമുഖ്യമന്ത്രിമാരായും തീരുമാനിച്ചു. ഇക്കഴിഞ്ഞ 16-ന് ഗവർണർ ഫാഗു ചൗഹാന് മുമ്പാകെ മുഖ്യമന്ത്രിയും 14 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. ബീഹാർ എന്നത് ഇന്ത്യയുടെ പ്രതീകമാണ്. ചരിത്രത്തിലും ബീഹാറിന്റെ സ്ഥാനം മഹനീയമാണ്. തെറ്റുകളെ തുറന്നു തീർക്കാൻ ധൈര്യം കാട്ടിയിട്ടുള്ള ഒരു സമൂഹമായിട്ടാണ് ബീഹാറിനെ വിലയിരുത്തുക. ജയപ്രകാശ് നാരായണനെ പോലുള്ള മഹാന്മാരായ നേതാക്കൾ ഉഴുതിട്ട മണ്ണാണത്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ഇപ്പോൾ പരസ്പരം ഏറ്റുമുട്ടുന്നതും. അടിയന്തരാവസ്ഥയ്ക്കെതിരായി ജനമുന്നേറ്റത്തിന് വിത്തിട്ട സംസ്ഥാനമായിരുന്നു ബീഹാർ. ഒരു സിനിമാ തിയേറ്ററിന്റെ ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടറിൽ സൗജന്യ ടിക്കറ്റുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ നിന്നാണ് ഈ പ്രതിഷേധത്തിന്റെ തുടക്കമെന്ന് അരവിന്ദ് നാരായൺ ദാസിന്റെ റിപ്പബ്ലിക് ബീഹാർ എന്ന കൃതിയിൽ പറയുന്നുണ്ട്. ആ മുന്നേറ്റം സമ്പൂർണ്ണ വിപ്ലവമെന്ന മുദ്രാവാക്യവുമായി ജയപ്രകാശ് നാരായണന്റെ പ്രസ്ഥാനമായി വിപുലപ്പെടുകയായിരുന്നു. കോവിഡ് കാലത്ത് ലോകത്ത് തന്നെ നടന്ന ഏറ്റവും വിപുലമായ തെരഞ്ഞെടുപ്പെന്നാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിശേഷിപ്പിച്ചത്. ആ വിശേഷണത്തിനെ അതേ നാണയത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ് ബീഹാറിലെ ജനത ഒരിക്കൽ കൂടി ജനാധിപത്യത്തിനോടുള്ള തങ്ങളുടെ വിശ്വാസം പ്രകടിപ്പിച്ചത്. സാധാരണ ജനങ്ങളിൽ അസാധാരണമായ സാധ്യതകളുണ്ടെന്ന ദൃഢവിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ജനാധിപത്യം. അത് ഇവിടെ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. തയ്യാറാക്കിയത് R. സുരേഷ്, സീനിയർ റിപ്പോർട്ടർ, മംഗളം ദിനപത്രം, തിരുവനന്തപുരം.